ഹായ് വെൽക്കം ടു ജംബു ഹോസ്റ്റ്. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ വീഡിയോ ഏകദേശം വരാനിപ്പോൾ ഒരു 3-4 ദിവസം ഡിലേ ആയിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിമ്പിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തിട്ട് അതിൽ കുറച്ച് എഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുത്തത് കൊണ്ട് ഞാനത് സിസ്റ്റത്തിലോട്ട് ഇട്ടപ്പോൾ അത്രയും വലിയ സൈസ് റെൻഡർ ആവാനുള്ള ഒരു കോൺഫിഗറേഷനൊന്നും എൻ്റെ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് എററായി പോവുകയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഫയൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഏതെങ്കിലും നല്ലൊരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് റെൻഡർ ചെയ്തിട്ട് ഇടും. പിന്നെ വീഡിയോ ഡിലേ ആവാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വർക്ക് ടൈമിൽ അങ്ങോട്ടുണ്ടാവുന്ന ചില മാറ്റങ്ങളൊക്കെ ഈ വീഡിയോ റെക്കോർഡിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ വീഡിയോസ് എന്തായാലും ഞാൻ CCNA ക്ലാസ് ഞാൻ മുഴുവനായിട്ടും ഈ ഒരു ചാനലിലൂടെ ഇടും. അപ്പോൾ ഇനി വരുന്ന ദിവസം ഞാൻ മാക്സിമം 1-2 ദിവസങ്ങൾ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ ഡെയിലിയോ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് MAC അഡ്രസ്സിനെ കുറിച്ചായിരുന്നു. MAC അഡ്രസ്സ് എങ്ങനെയാണ് സിസ്റ്റങ്ങൾ MAC അഡ്രസ്സ് എടുക്കുന്നത്, എങ്ങനെയാണ് ഈ MAC അഡ്രസ്സ് കൊടുക്കുന്നത്, എന്താണ് MAC അഡ്രസ്സ് എന്നുള്ള വിശദമായിട്ടുള്ള 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. സ്വിച്ച് എന്ന് പറയുന്ന ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് MAC അഡ്രസ്സ് യൂസ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നെറ്റ്വർക്കിൻ്റെ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രോട്ടോക്കോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിപ്പോൾ എന്തിലൊക്കെ പ്രോട്ടോക്കോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കോവിഡ് വന്ന സമയത്ത് കോവിഡിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. കോവിഡ് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പാലിക്കേണ്ടത്, അതിൻ്റെ ഒരു പ്രോട്ടോക്കോളുകളൊക്കെ ഇറക്കിയിരുന്നു. നമ്മളത് ഫോളോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി, ഈ പോലീസുകാർ നമ്മളോട് പെരുമാറുന്നതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, നമ്മൾ അവരോട് പെരുമാറുന്നതിന് പ്രോട്ടോക്കോൾ ഉണ്ട്. നമ്മൾ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറുന്നതിന് പ്രോട്ടോക്കോൾ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പെരുമാറുന്നതിന് പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവർ തമ്മിൽ പ്രോട്ടോക്കോൾ കീപ്പ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ രക്ഷിതാക്കളുമായിട്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പോലെയല്ല നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നടത്തുന്നത്. അപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലോ ഒരു ഡോക്ടറോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളും, നമ്മളൊരു പോലീസുകാരനോട് നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്താ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റകളൊക്കെ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണല്ലോ ഈ കമ്പ്യൂട്ടറുകൾ തമ്മിൽ. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് വേണം, ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഈ ഡിവൈസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസുകളാണ് നോക്കേണ്ടത്, എന്താണ് അതിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡാറ്റകൾ സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റൂൾസും സ്റ്റാൻഡേർഡും അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തിനാണ് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിലോട്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിൻ്റെ ആവശ്യം, ഒന്ന് എങ്ങനെയാണ് ഡാറ്റ സെൻഡ് ആവേണ്ടത് എന്നുള്ളതും, അതേപോലെ അത് സ്വീകരിക്കുന്ന ആൾക്ക് ഈ ഡാറ്റ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതും. അത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളിനെ ബേസിട്ടാണ് ഡാറ്റ സെൻഡ് ആവുന്നതും അതേപോലെ ഡാറ്റ സ്വീകരിക്കുന്നതും. അടുത്തത്, ഈ ഡാറ്റ അയക്കുമ്പോൾ ഡാറ്റയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു MP3 അയച്ചു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യുന്ന ആൾക്കും ആ MP3 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഡാറ്റയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റ പക്ഷെ നമ്മുടെ ഇപ്പോൾ കേബിളിലൂടെ അയക്കുമ്പോൾ, ഇപ്പം ഞാൻ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു, സിസ്റ്റങ്ങളെല്ലാം പരസ്പരം കണക്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഏത് വഴിയാണ്, നമ്മുടെ ടിസ്റ്റർ പെയർ കേബിൾ വഴിയാണ്. അപ്പോൾ ഈ കേബിൾ വഴി ഡാറ്റ പോകുന്നത് ഒരു MP3 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് ഈ ഡാറ്റ പോവുക അല്ലല്ലോ. ആ ഡാറ്റയ്ക്ക് അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് റിസീവ് ചെയ്യുമ്പോൾ ആ റിസീവിങ് എൻഡിൽ അത് MP3 ആയിട്ട് തന്നെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഡാറ്റകൾ എന്തെല്ലാം ഫോർമാറ്റിലൂടെ സഞ്ചരിച്ചിട്ടാണ് അത് സെൻഡിങ്ങിൽ നിന്ന് റിസീവിലോട്ട് എത്തുന്നത്,
അതൊക്കെ തീരുമാനിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്. വേറെന്താണ്? എറർ ചെക്കിംഗ് ഉണ്ട്. എന്നുവെച്ചാൽ ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അവിടെ എത്തണം അല്ലേ? അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ എറർ സംഭവിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്. സ്പീഡും ടൈമിങ്ങും, അത് എത്ര സമയം കൊണ്ടാണ് പോകേണ്ടത്, എത്ര MB വെച്ചിട്ടാണ് ഡാറ്റകൾ കയറേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? ഈ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്. അപ്പോൾ പ്രോട്ടോകോൾ ഇല്ലാതെ നമുക്ക് ഡിവൈസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ പ്രോട്ടോകോൾ എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണു. അതേപോലെ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതും മനസ്സിലായി എന്ന് നോക്കുന്നു. ഇനി നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ലാപ്ടോപ്പിന് നമ്മുടെ റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിലോട്ട്, ഇനിയിപ്പോൾ റൂട്ടർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ അവിടെ സ്വിച്ച് എടുത്തോ. അപ്പോൾ ഒരു ലാപ്ടോപ്പിന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ ലാപ്ടോപ്പിന് ആ ഡാറ്റ എങ്ങനെയാണ് സെൻഡ് ചെയ്യണമെന്ന് അറിയണം. അത് സ്വീകരിക്കുന്ന ആരാണ്? സ്വിച്ചാണ് സ്വീകരിക്കുന്നത്. സ്വിച്ചിന് ആ ഡാറ്റ സ്വീകരിച്ചിട്ട് അത് അടുത്തയിലോട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നറിയണം. അപ്പോൾ ഇവരൊക്കെ ഈ ഒരേ റൂള് വേണം ഇവർ ഫോളോ ചെയ്യാൻ. എന്നുവെച്ചാൽ സെൻഡ് ചെയ്യുന്ന ആളും അതേപോലെ റിസീവ് ചെയ്യുന്ന ആളും അതേപോലെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരൊക്കെ ഒരേ റൂള്, ഒരു നെറ്റ്വർക്കിൽ എല്ലാ ഡിവൈസുകളും ഒരേ റൂളിലുള്ള പ്രോട്ടോകോള് പാലിച്ചാലേ ഉള്ളൂ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുക. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളിനെ കുറിച്ച് ആദ്യം പഠിക്കാം. നെറ്റ് ബയോസ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോളാണ്. എന്ന് വെച്ചാൽ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ നെറ്റ് ബയോസ് എന്നുള്ളത് മൈക്രോസോഫ്റ്റിന്റെ പ്രൊപ്രൈറ്ററി കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആയിരുന്നു. ഈ പ്രൊപ്രൈറ്ററി കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ സ്വന്തം അവരുടെ മാത്രമുള്ള ഒരു പ്രോട്ടോകോൾ ആയിരുന്നു. അത് ഫയൽ ഷെയർ ചെയ്യാനും പ്രിന്റർ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ DNS, അതിനെക്കുറിച്ച് പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താ, ഒരു നെറ്റ്വർക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും മൈക്രോസോഫ്റ്റിന്റെ ആണെങ്കിൽ മാത്രമേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ അല്ലാത്ത ഒരു ലിനക്സിന്റെ കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളൊരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒരു HP നെറ്റ്വർക്ക് പ്രിന്റർ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഒരു ഡിവൈസ് എൻ്റെ കയ്യിലുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഈ ഒരു സിസ്റ്റങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം മൈക്രോസോഫ്റ്റിന്റെ സിസ്റ്റങ്ങളിലെല്ലാം ഉള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഏതായിരുന്നു? നെറ്റ് ബയോസ് ആയിരുന്നു. അപ്പൊ ആ നെറ്റ് ബയോസ് ഉള്ള സിസ്റ്റങ്ങൾ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വരും. കാരണം ഒരു വെണ്ടർ മാത്രമല്ല, മൈക്രോസോഫ്റ്റ് മാത്രമല്ല, അന്ന് IBMന്റെ സിസ്റ്റങ്ങളുണ്ട്, ലിനക്സിന്റെ സിസ്റ്റങ്ങളുണ്ട്, ആപ്പിളിന്റെ സിസ്റ്റങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ഒരു ലാബിൽ ഒരു 100 സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ 50 എണ്ണം ആപ്പിളും 50 എണ്ണം മൈക്രോസോഫ്റ്റും ആണെങ്കിൽ ഇതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കമ്മ്യൂണിക്കേഷൻ. പക്ഷേ നമ്മൾ അറിഞ്ഞു നോക്കുക, നെറ്റ് ബയോസ് എന്നുള്ളതാണ് മൈക്രോസോഫ്റ്റിന്റെ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ. ഇതായിരുന്നു പണ്ട് മൈക്രോസോഫ്റ്റിന്റെ സിസ്റ്റങ്ങളിലെല്ലാം യൂസ് ചെയ്തിരുന്നത്. അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് നെറ്റ് ബയോസ് ഓവർ TCP/IP എന്ന് വെച്ചാൽ നെറ്റ് ബയോസ് റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പൊ TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ വന്നു എന്നാണ് പറയുന്നത്. ഇനി ആപ്പിളിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആപ്പിളിന്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആപ്പിൾ ടോക്ക് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആപ്പിൾ ടോക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് അവര് ആപ്പിളിന്റെ സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് നടത്തിയിരുന്നത്. താഴെ എഴുതിയിട്ടുണ്ട് ലേറ്റർ ആപ്പിൾ മൂവ്ഡ് ടു TCP/IP. ഈ നെറ്റ് ബയോസ് TCP/IPയിലോട്ട് മൂവ് ചെയ്ത പോലെ നമ്മുടെ ആപ്പിളും എന്ത് ചെയ്തു? ആപ്പിൾ ടോക്ക് എന്ന് പറയുന്ന പ്രോട്ടോകോൾ ചേഞ്ച് ചെയ്തിട്ട് അവര് ഓപ്പൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള TCP/IP എന്ന് പറയുന്ന ഒരു കോമൺ പ്രോട്ടോകോളിലോട്ട് വന്നു. അപ്പോൾ നെറ്റ് ബയോസ് റീപ്ലേസ് ആയിട്ട് TCP/IPയിലോട്ട് വന്നു, ആപ്പിൾ ടോക്ക് റീപ്ലേസ് ആയിട്ട് TCP/IPയിലോട്ട് വന്നു. ഇനി സിസ്റ്റം നെറ്റ്വർക്ക് SNA IBMന്റെ സിസ്റ്റങ്ങളിൽ, പണ്ട് IBM എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് IBM, പക്ഷേ IBM സിസ്റ്റം മാനുഫാക്ചറിങ് ഇല്ലാതുള്ളൂ. മൈക്രോസോഫ്റ്റിന്റെ ഒപ്പം തന്നെ പിടിച്ചു നിന്നൊരു കമ്പനി ആയിരുന്നു IBM. അപ്പോൾ ഈ IBM അവർക്കും നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ IBMന്റെ സിസ്റ്റങ്ങൾ തമ്മിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് പ്രോട്ടോകോൾ ആയിരുന്നു അത്. അവരും എന്ത് വന്നു? TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ അറിഞ്ഞു വെക്കുക,
സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്ന പേരാണ് TCP/IP എന്നുള്ളത്. TCP/IP എന്ന് പറഞ്ഞാൽ TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോളും IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ നെറ്റ്വർക്കിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന പ്രോട്ടോകോൾ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് TCP/IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ TCP/IP എന്ന് പറയുന്നത് ഒരു ഒറ്റ പ്രോട്ടോകോൾ അല്ല, അതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. അതിനെ മൊത്തത്തിലാണ് നമ്മൾ TCP/IP എന്ന് വിളിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ, ഡാറ്റ സെൻഡ് ചെയ്യാനേ, ഡാറ്റ റിസീവ് ചെയ്യാനേ, അതേപോലെ ഇന്റർനെറ്റ് വഴി ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാൻ. അപ്പൊ എല്ലാ ആവശ്യങ്ങൾക്കും നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിന് പറയുന്ന പേര് TCP/IP എന്നുള്ളതാണ്. ഈ TCP/IPനെ നമ്മൾ പ്രോട്ടോകോൾ സൂട്ട് എന്ന് വിളിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതൊരു സിംഗിൾ പ്രോട്ടോകോൾ അല്ല. ഈ TCP/IPയുടെ അകത്ത് തന്നെ ഓരോ ആവശ്യങ്ങൾക്കും പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഡാറ്റ സെൻഡ് ചെയ്യാൻ നടക്കുന്നുണ്ട്, വീഡിയോ കോൾ വിളിക്കാൻ നടക്കുന്നുണ്ട്, ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങളും പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ? ഇപ്പൊ പ്രിന്ററിൽ നിന്ന് നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഈ TCP/IP എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോട്ടോകോൾ അല്ല, അത് ഒരുപാട് പ്രോട്ടോകോളുകൾ ഒരു കളക്ഷനെയാണ് TCP/IP എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്നത് കുറച്ച് പ്രോട്ടോകോളുകൾ ഉണ്ട്. ഒന്ന് TCP, UDP, IP, ICMP, ARP, HTTP, HTTPS, DNS, DHCP എക്സെട്ര. ഒരുപാട് പ്രോട്ടോകോളുകൾ അതിൽ വരുന്നുണ്ട്. CCNA നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് TCP/IP സൂട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. അപ്പൊ നെറ്റ്വർക്കിന്റെ ബേസിക് പഠിക്കുന്നവര് അല്ലെങ്കിൽ ബേസിക്കിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നവർ അറിഞ്ഞു വെക്കുക, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP/IP എന്ന് പറയുന്നത്. അപ്പൊ ഈ TCP/IP എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോളിന്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ റൗട്ടിംഗ് ആൻഡ് അഡ്രസ്സിംഗ് എന്ന് വെച്ചാൽ ഡാറ്റകളെ കറക്റ്റ് ആയിട്ട് റൂട്ട് വഴി അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ IP അഡ്രസ്സ് കൊടുക്കുക, ഒരു അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, മാക് അഡ്രസ്സ് കൂടാതെ ഒരു IP കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ് അതാണ്. അപ്പൊ അത് കൊടുക്കുക. അതുപോലെ നെറ്റ്വർക്ക് ഡാറ്റകളെ ട്രാവൽ ചെയ്യാൻ, നെറ്റ്വർക്ക് ഡാറ്റകളെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പിന്നെ TCP എന്താണ്? ഡാറ്റയുടെ ട്രാൻസ്മിഷൻ കൺട്രോൾ ചെയ്യുന്നു, ഡാറ്റ കറക്റ്റ് ആയിട്ട് അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കുന്നു. അങ്ങനെ അതിലുണ്ടാവുന്ന എന്താ പറയാ എററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നു. ഏതെങ്കിലും ഡാറ്റകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടെ സെൻഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ TCP നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ TCP/IP എന്ന് പറയുന്നതിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും CCNA പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ നാളെ ഒരു പുതിയ ടോപ്പിക് IP അഡ്രസ്സുമായിട്ട് കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ നമ്മുടെ ടിസ്റ്റർ വയർ കേബിളിൻ്റെ ക്രിമ്പിങ് ഞാൻ അത് റെൻഡർ ആകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, വീഡിയോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് IP അഡ്രസ്സ് ഞാനത് അപ്ലോഡ് ചെയ്യാതിരിക്കില്ല. ഞാൻ ഏതെങ്കിലും ഒരു നല്ലൊരു സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഒന്നില്ലെങ്കിൽ IP അഡ്രസ്സിൻ്റെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ക്രിമ്പിങ്ങിൻ്റെ ക്ലാസ് ആയിരിക്കും.